ഏറെ ആശങ്കയുണ്ട്. അതിനപ്പുറത്തേക്ക് എരുതിയിൽ ആരൊക്കെയോ പെട്രോൾ ഒഴിക്കുന്നുണ്ട്. പറഞ്ഞു വന്ന കാര്യം രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും. അതെ, മുല്ലപ്പെരിയാർ ഡാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി. പക്ഷേ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇനി ആശങ്ക വേണ്ട. പുതിയൊരു ഡാം ഉണ്ടാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അന്നേരമാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ആളുകൾക്കിടയിലേക്ക് എത്തിയത്. കാരണം ഒരുപാട് ഫേക്ക് ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതെ, ഇനി ഡാം എങ്ങാനും തുറക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മുൻകരുതലുകൾ എടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പിന്നെ വ്ളോഗേഴ്സിനൊക്കെ സ്ട്രിക്ട്ലി അവിടെ നിരോധിച്ചിരിക്കുകയാണ്. ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മൾ പോലും അറിയത്തില്ലാതാണ് ചില വാർത്തകൾ കേട്ട് ആൾക്കാർ പേടിച്ചു പോകും. നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളുണ്ടോ, ഉടൻ തന്നെ അപകടം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായി പേടിക്കുന്നവരൊക്കെയുണ്ട്. അത് കേട്ടിട്ടില്ലേ, ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ച കാണാൻ ബഹുരസമായിരിക്കും എന്നുള്ളത്. പക്ഷെ മത്തയച്ച ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ മൺഡേ എടുത്ത കണക്കിൽ 130,000 മില്യൺ ക്യൂബിക് ഫീറ്റ് ആണ് വാട്ടർ ലെവൽ അളന്നിരിക്കുന്നത്. കോടതി ഏറ്റവും മാക്സിമം ലെവലായിട്ട് വെച്ചിരിക്കുന്നത് 142 ആണ്. ഇപ്പോൾ തന്നെ 130 ആയിട്ടുണ്ട്. അപ്പോൾ ആശങ്കപ്പെടുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. എങ്കിലും ഈ ഒരു ആശങ്ക വേണ്ട എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടെ മാത്രമാണ് ശ്രോതാക്കളെ അറിയിക്കാനുള്ളത്. ദയവായിട്ട് ഫേക്ക് ന്യൂസുകൾ ഇക്കാര്യത്തിലെങ്കിലും പ്രചരിപ്പിക്കരുത്. മോർണിംഗ് ഡ്രൈവാണ് മത്തായിയും ഡാനൂബും.